ഹായ് ഫ്രണ്ട്സ്, ദ്രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നത്, പുളിച്ചമ്മന്തി. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് 2 ഉള്ളിയും 1 തക്കാളിയും 1 പച്ചമുളകും കുറച്ച് പുളിയും കറിവേപ്പിലയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊക്കെ കൂടി ഒരു ചോപ്പർ എടുത്ത് അതിലേക്കിടാം. നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തക്കാളിയും പുളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടായാൽ പിന്നെ ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. അങ്ങനെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ചെറുതാക്കി അരിഞ്ഞാലും മതി. പക്ഷെ ഞാൻ എൻ്റെ എളുപ്പത്തിന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്ന വരെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സായി ചെറിയ ചെറിയ കഷ്ണങ്ങളായി എന്ന് കണ്ടാൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഊരിയെടുത്തിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ ചമ്മന്തിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതില്ലാട്ടോ കിട്ടേണ്ടത്. ചെറുതായിട്ട് വേണം, കുനുകുനാമ്പള അരിയ എന്നൊക്കെ പറയില്ല, അതുപോലെ ചെറുതായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെങ്ങനെയാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഇതിനി നമുക്ക് 2 കാര്യം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് വെളിച്ചെണ്ണയാണ്, പിന്നെ ഒന്ന് ഉപ്പാണ്. ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കിയാൽ മതി, ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അതിന് മുന്നേ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് എന്താക്കാം, അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഒക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒരു പാകത്തിന് വയ്ക്കാവുള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ മതി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ടും കൂടെ മിക്സ് ചെയ്യാം. അടിപൊളി പുളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ഇനി ചപ്പാത്തി ആയിക്കോട്ടെ, പത്തിരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചോറായിക്കോട്ടെ, പഴങ്കഞ്ഞി ആയിക്കോട്ടെ, അടിപൊളി ഒരു ടേസ്റ്റ് ഉള്ളതാട്ടോ. എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു ചമ്മന്തിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.